അവരിടിക്കണം സാറേ, നമ്മളകത്തായിട്ടല്ല സാറേ, ഇടിക്കണം അതിന്റെ അകത്തിട്ട് അവൻ കിടന്ന് വിളിക്കണം സാറേ, വിളിക്കുകയാണ് അവൻ കിടന്ന്. ഉറപ്പും ശരിയുമൊക്കെ പറഞ്ഞ് ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. തുടർഭരണ പ്രതീക്ഷയിലാണ് നമ്മുടെ സർക്കാർ. പക്ഷേ ചില കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും ശരിയായിട്ടില്ല എന്ന് മനസ്സിലാക്കും. ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ പറയാൻ പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല. മെഡിക്കൽ കോളേജിലെ ആയുധക്ഷാമം, ആയുധം എന്ന് പറഞ്ഞാൽ പണി ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ചൊക്കെ ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞു. അതിന് ടി പത്മനാഭൻ വരെ പിന്തുണച്ചു. അവസാനമുള്ള കാര്യങ്ങളും ക്ഷമ പറച്ചിലും നടപടിക്രമങ്ങളും ഒക്കെ പുരോഗമിക്കുന്നു. അതിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ആനയെ വാങ്ങിക്കെട്ടും പിന്നെ മറ്റേ തോട്ടി വാങ്ങില്ല എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സംഭവമാണ്. വർഷാവർഷമായി കാലാകാലങ്ങളായി അവിടെ വരുന്ന ആളുകൾ നിലവിളിച്ച് പറയുന്നതാണ്, സർക്കാരെ ഈ പോങ്ങന്മാരെ, ഈ തെമ്മാടികളെ, ഈ ഗുണ്ടകളെ ഈ ഗേറ്റിൽ നിന്ന് മാറ്റണമെന്ന്. ആരാണ് ഈ തെമ്മാടികൾ, പോങ്ങന്മാർ, ഗുണ്ടകൾ? വേറെ ആരുമല്ല, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. അവൻ കിടന്ന് വിളിക്കണം സാറേ, വിളിക്കുകയാണ് അവൻ കിടന്ന്. അല്ലാതെ ഇവൻ തന്നെ ആള്. ആശുപത്രിയിൽ കിടക്കുന്നത് കള്ളന്മാരോ കൊള്ളക്കാരോ തീവ്രവാദികളോ ഒന്നുമല്ലല്ലോ, രോഗികളാണ്. അവിടെ ഡോക്ടർമാരുടെ കണ്ണിൽ ആരായാലും, കൊലപാതകിയാണെങ്കിലും പോലീസ് സെല്ലിലെ ക്രിമിനലാണെങ്കിലും സാധാരണ ഇടനാഴിയിലും ബെഡിലുമൊക്കെ കിടക്കുന്ന രോഗികളാണെങ്കിലും എല്ലാവരും രോഗികളാണ്. കത്തിക്കുത്തേറ്റവനും ഉണ്ടാകും, കാലൊടിഞ്ഞവനും ഉണ്ടാകും അവിടെ കിടക്കുന്ന ആളുകൾ. ഇവരെ കാണാൻ പലതരത്തിലുള്ള ആളുകൾ കാണും. പതിനായിരത്തോളം ആളുകൾ, 10,000-ലധികം ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ദിവസേന, ദിവസം പ്രതി, മണിക്കൂറുകൾ, നിമിഷം പ്രതി വന്നു പോകുന്ന ഇടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെഡിക്കൽ കോളേജുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ആ ക്യാമ്പസിനകത്ത് RCC ഉണ്ട്, ശ്രീചിത്രയുണ്ട്, SIT ഉണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. അങ്ങനെ വലിയ 4 ആരോഗ്യ കേന്ദ്രങ്ങളാണ് ആ ക്യാമ്പസിനകത്തുള്ളത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റിയുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഗുണ്ടകളുണ്ടല്ലോ, ഗുണ്ടകളും പിടിച്ചുപറിക്കാരന്മാരും തെമ്മാടികളും പുറത്തുള്ള ആളുകൾ, അവരെക്കാൾ ക്രൂരന്മാരാണ് ഈ തെമ്മാടികൾ. യുവമാർക്ക് ഒരു യൂണിഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. യുവമാർ രോഗിയെ കാണാൻ വരുന്ന സാധുക്കളായ മനുഷ്യരെ കൊങ്ങയ്ക്ക് പിടിച്ചും തല്ലിയും അടിച്ചും ഇടിച്ചും ഓടിക്കുന്നത് തീരെ വൃത്തികെട്ട ഏർപ്പാടാണ്, തീരെ തറ ഏർപ്പാടാണ്. ഇതിന് ഒരുപാട് ചരിത്രമുണ്ട്. മുമ്പ് മാധ്യമപ്രവർത്തകർ അവിടെ ചെന്നപ്പോൾ വലിയ കേസും വിവാദവും ഒക്കെയായി. മാധ്യമപ്രവർത്തകരും സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ അടിയിടി അക്രമവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ പലരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ ആ പരിസരത്തോ പോകുമ്പോൾ തന്നെ പേടിച്ചും വിരണ്ടുമൊക്കെയാണ് പോയിരുന്നത്. ആ കാലയളവിൽ 2 തവണ ഈ രഹസ്യ ക്യാമറയും കൊണ്ട് ഒളി ഓപ്പറേഷൻ നടത്തി ഞാൻ മെഡിക്കൽ കോളേജിനുള്ളിൽ പോയിട്ടുണ്ട്. ഈ ആശുപത്രിയിലെ ദുസ്സഹമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന 2-3 വാർത്തകൾ ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ, വാർത്താ മാധ്യമ ചാനലുകളിൽ അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സെക്യൂരിറ്റിമാരുടെ കൊള്ളരുതായ്മയാണ്. അവിടെ ഒരു സർജൻ്റ് ഉണ്ട്. ആ ഉദ്യോഗസ്ഥരൊക്കെ ഒരുപക്ഷെ നല്ലവരായിരിക്കാം. അവരൊന്നും അറിഞ്ഞുകൊണ്ടാണ് യുവന്മാർ ഇങ്ങനെ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന് അറിയില്ല. ഈ തെമ്മാടികളെ നിലയ്ക്ക് നിർത്താൻ ഒന്നുകിൽ പോലീസ് തയ്യാറാകണം. പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് അവിടെയുണ്ട്, അല്ലെങ്കിൽ പോലീസ് തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനുണ്ട്. പോലീസുകാർ എപ്പോഴും റോന്ത് ചുറ്റുന്ന സ്ഥലമാണ്. പോലീസുകാരെങ്കിൽ ഈ തെമ്മാടികളെ നിലയ്ക്ക് നിർത്തണം. നമുക്കറിയാം എല്ലാവരും എക്സ് മിലിറ്ററി ആയ ആളുകളുണ്ടാകും. പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ട് വന്ന ആളുകൾ ഈ കടവരാന്തയിലും ബാങ്കിൻ്റെ തിണ്ണയിലുമൊക്കെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, സാധുക്കൾ. അവരെ ഒക്കെ തള്ളിയിടുകയും അടിക്കുകയും കരണക്കുറ്റിക്ക് അടിക്കുകയൊക്കെ ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും. സെക്യൂരിറ്റി ജീവനക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല, അതൊരു വാസ്തവം തന്നെയാണ്. അങ്ങനെയുള്ള ആക്രമണങ്ങളെ നമ്മൾ ന്യായീകരിക്കുന്നുമില്ല. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന ഈ ഗുണ്ടകൾ ചെയ്യുന്നത്, ഈ രോഗികളെ, നിർധനരായ രോഗികൾ, സാധുക്കളായ ആളുകളൊക്കെ അകത്ത് കിടപ്പുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരവും കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സുഖവിവരം അന്വേഷിക്കാൻ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കൾ വരും. എല്ലാവരുടെ കയ്യിലും പാസ്സൊന്നും ഉണ്ടാകുകയില്ല. പാസ്സൊന്നും ചിലപ്പോൾ ആശുപത്രിക്ക് അകത്ത് നിൽക്കുന്ന ആൾ ഓടി ഇങ്ങെത്തത്തില്ല. ആശുപത്രിക്കകത്ത് പോയവർക്കറിയാം ഒരറ്റത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എത്ര ദൂരം നടക്കണമെന്ന്. കാല് കഴിഞ്ഞായിരിക്കും ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് പറയും, സെക്യൂരിറ്റി പറയും, എങ്ങനെയെങ്കിലും ഒന്ന് മോനൊന്ന് കയറിവാ, അല്ലെങ്കിൽ മോളൊന്ന് കയറിവാ എന്നൊക്കെ പറയും.
ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മെയിൻ ഗേറ്റ് പ്രശ്നം അത്ര രൂക്ഷമായിരിക്കണമെന്നില്ല. കാരണം അവിടെ സർജന്റും മറ്റേ കുറച്ചുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥരും ഡോക്ടർമാരൊക്കെ ആ ഭാഗത്തുണ്ട്, കാഷ്വാലിറ്റിയൊക്കെ ആ ഭാഗത്തുള്ളത് കൊണ്ട് അത്ര വലിയ പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പോലീസിന്റെ സാന്നിധ്യവും അവിടെ ഉണ്ട്. എന്നാൽ ഈ പുറകു ഗേറ്റ്, ഞാൻ പറയുന്ന മോർച്ചറിയുടെ ഭാഗത്തുള്ള ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ താരതമ്യേന തിരക്ക് കുറവാണ്. അവിടെ 2 ഗടാഗടികന്മാരായ സെക്യൂരിറ്റിക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. സാറേ പാവപ്പെട്ടനെ ഒരുത്തന ഇതിന്റെ അകത്തേറ്റി വാച്ചർമാര് ഇടിക്കുകയാണ്. മെഡിക്കൽ കോളേജിലാണ് സംഭവം. യുവമാരാണ് ഈ ആശുപത്രിക്കും ആശുപത്രി ഭരണസമിതിക്കും ഒക്കെ, ആശുപത്രി ഭരണ ഈ വികസന സമിതി HDC, ഈ അവർക്കൊക്കെ പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇവന്റെയൊക്കെ പ്രവർത്തനം. ഞാൻ ഇങ്ങനെ ആക്ഷേപിച്ച് പറയുന്നത് ആ ക്രൂരതകൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ചെന്ന് സാറേ സാറേ എന്ന് കാല് പിടിക്കണം, അണ്ണാ ഗിണ്ണ ചേട്ടാ എന്നൊക്കെ വിളിക്കണം. ഇവനെയൊക്കെ വിളിച്ചാൽ ഇവനൊക്കെ അങ്ങനെ നല്ല വാക്ക് പറഞ്ഞ ഇവനൊക്കെ കേൾക്കൂ. ഒരു നല്ല വാക്കിന് അർഹതയില്ലാത്ത തീരെ തറകളാണ് അവിടെ ഇരിക്കുന്നത്, തീരെ ചെറ്റകൾ. അത് നമ്മൾ പോയിട്ട് സാറേ എന്ന് വിളിച്ചാൽ പോലും ഇവൻ്റെയൊക്കെ മോന്ത കണ്ടു കഴിഞ്ഞാൽ നമ്മളാരോ ഇവൻ്റെ കുടുംബസ്വത്ത് കട്ട ആളുകൾ എന്ന് തോന്നും. എടാ, നമ്മുടെ ബന്ധു ഒരാൾ അകത്ത് കിടപ്പുണ്ട്, നമ്മുടെ ചങ്ങാതി ഒരാൾ അകത്ത് സുഖമില്ലാതെ കിടപ്പുണ്ട്. അയാളുടെ സുഖവിവരം അന്വേഷിക്കാൻ, അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും കൊണ്ട് ഞാൻ വന്നതാണ്. എൻ്റെ കയ്യിൽ പാസ്സില്ല, പാസ് അവിടെ നിന്ന് കൊണ്ടുവരികയുള്ളൂ. എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിവിടണം, ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് സംസാരിച്ചിട്ട് തിരികെ ഇറങ്ങിക്കൊള്ളാം. എൻ്റെ കയ്യിൽ ആയുധമോ മറ്റൊന്നുമില്ല, എന്നെ നിങ്ങൾ പരിശോധിച്ചോ, ദേഹപരിശോധന നടത്തി കടത്തിവിട്ടോ. ഇതൊന്നും പറഞ്ഞാൽ ഇവറ്റകൾക്ക് മനസ്സിലാവില്ല. നമ്മൾ അയ്യോ പാവം നടിച്ച അങ്ങനെ നിലവിളിച്ചിട്ടാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഈ പരിക്കേറ്റവനെ കാണാനോ ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെ കാണാനോ നമ്മൾ അങ്ങനെയാണ് അവിടെ എത്തുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ഇവറ്റകൾ പെരുമാറുന്നത് ഇങ്ങനെയാണ്. നമ്മളെ ആദ്യം കള്ളനെന്നും കൊള്ളക്കാരനെന്നും കഞ്ചാവുകാരനെന്നും മുദ്ര കുത്തിവനൊക്കെ, എന്നിട്ട് കൊങ്ങയ്ക്ക് പിടിച്ച് ഇവൻ്റെയൊക്കെ ആ ഇടിമുറിയിലോട്ട് കൊണ്ടിട്ട് ഇടിക്കുകയാണ്. കൊണ്ടുവന്ന സാധനം പിടിച്ചെടുക്കുകയാണ്. മോഷണവുമുണ്ട് ഇവനൊക്കെ. ഇത് നിലയ്ക്ക് നിർത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ശരിയാകും, എല്ലാം ഉറപ്പാണ് എന്ന് അധികാരത്തിൽ കയറിയ സർക്കാർ ചില നിസ്സാര കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള പോങ്ങന്മാരുടെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇവർ നിയമം പരിപാലിക്കാനും ആശുപത്രിയിലെ തിരക്ക് നിയന്ത്രിക്കുക, ആശുപത്രിയിലെ സെക്യൂരിറ്റി, ആശുപത്രിയിലെ സുരക്ഷ ഉറപ്പാക്കുക എന്നൊക്കെയാണ് ഇവൻ്റെയൊക്കെ നിയോഗങ്ങൾ. പക്ഷേ ഈ കടന്നു വരുന്ന സാധാരണക്കാരെ, പഞ്ചപാവങ്ങളെ ഇടിച്ച് പഞ്ചറാക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ഇടിച്ച് പഞ്ചറാക്കാനുള്ള അധികാരമൊന്നും ആർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഗുണ്ടയാണ്, ചെറ്റത്തരം കാണിക്കാം എന്നുള്ള ഭാവമുണ്ടല്ലോ, അത് ഏതെങ്കിലും ചെറിയ കടയിൽ, വലിയ കടയിൽ അഴിയാത്തത് ഏതെങ്കിലും ചെറിയ കടയിൽ അഴിയുമെന്ന് പറയുന്നത് പോലെ കയ്യുക്കുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കാര്യക്കാരനായ ഏതെങ്കിലും ഒരുത്തൻ വരുമ്പോൾ അവൻ്റെ മെക്കിട്ട് കയറാൻ ചെന്നാൽ അവൻ കൃത്യമായിട്ട് തിരിച്ച് ഇടിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കണം. ഉദാഹരണത്തിന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, അങ്ങോട്ടേക്ക് ചുമ്മാ ഒന്ന് നോക്കണം. അവിടെയും ഉണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ, ഗേറ്റുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു അപരിചിതൻ, ഞാനും അവിടെ പോയിട്ടുണ്ട്, അവിടെ പോയി നേരിട്ട അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അവിടെ പോകുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനോട് നമ്മൾ വളരെ വിനയാന്വിതനായാണ് എല്ലായിടത്തും പെരുമാറുന്നത്. എല്ലാ ആളുകളും അങ്ങനെ ആകണം. ചിലപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വികാരഭരിതനായി വന്ന് എന്തെങ്കിലും വികാരാവേശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും സംയമനത്തോടുകൂടി ഇടപെടേണ്ട ഉത്തരവാദിത്വം സെക്യൂരിറ്റി ജീവനക്കാർക്കുണ്ട്. ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ എങ്കിലും ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരോട് ഞാൻ ഈ അടുത്തിടെ ഉണ്ടായ അനുഭവമാണ് പറയുന്നത്. അവിടെ പോകുമ്പോൾ അവർ പറയുന്നു, ഈ സമയത്ത് സന്ദർശകരുടെ സമയമല്ല, ഡോക്ടർമാർ പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അകത്തുള്ള സന്ദർശകരെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യ കാര്യം പറയുന്നു, വളരെ ദൂരെ നിന്ന് വരികയാണ്, എനിക്ക് എൻ്റെ ഒരു പേഷ്യൻറ്റിനെ അടുത്ത ബന്ധുവാണ്, ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുകയാണ്, എനിക്ക് കാണണം, കണ്ടേ തീരൂ എന്ന് അവരോടത്ത് സൗമ്യമായി പറയാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഹെൽപ്പ് ഡെസ്കിലൊന്ന് പോകും. അങ്ങനെ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെയും ഉദ്യോഗസ്ഥരാണ് ഇരിക്കുന്നത്, വനിതകളും ഉണ്ട്, അതുപോലെ തന്നെ ഓഫീസർമാരും ഉണ്ട്, അല്ലാതെ ഈ കാക്കിയിട്ട ആളുകളുമുണ്ട്. പോലീസുകാരല്ല, സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ. അപ്പോൾ അവരോട് പോയിട്ട് കാര്യം പറയുന്നു. അവിടെ നല്ല തിരക്കായിരിക്കാം, ക്യൂ നിൽക്കണം. നമ്മൾ അതൊക്കെ പാലിക്കാൻ പോകുന്ന ആളും ബാധ്യസ്ഥനാണ്. ക്യൂ നിൽക്കണം. ക്യൂവിൽ നമ്മുടെ ഊഴം വരുമ്പോൾ ഉദ്യോഗസ്ഥരോട് പറയുന്നു, സാർ ഞങ്ങളിങ്ങനെ ഒരല്പ ദൂരം നിന്ന് വരികയാണ്, ഞങ്ങളുടെ ബന്ധു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുകയാണ്, ഒന്ന് കാണണം, കണ്ടിട്ട് പെട്ടെന്ന് തിരികെ ഇറങ്ങിക്കൊള്ളാം. അപ്പോൾ അവർ പറയുന്നു, ഇങ്ങനെ 2-3 പേർക്കും പോകാൻ പറ്റില്ല, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പാസ് തരാം, അത് മതി എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു പാസ് അവർ എഴുതി തരുന്നു. ആ പാസ് കൊണ്ട് അടുത്ത ഗേറ്റിൽ കാണിക്കുന്നു, അവർ നമ്മളെ കടത്തിവിടുന്നു, വഴിയും കാണിച്ചു തരുന്നു. അവിടെ പോകുമ്പോൾ മുകളിൽ സെക്യൂരിറ്റി ഉണ്ടാകും, വാർഡിലും ഉണ്ടാകും. അവരോട് ഈ പാസ് കാണിക്കുന്നു, അല്ലെങ്കിൽ പാസ് കിട്ടിയിട്ടാണ് വന്നതെന്ന് അവർക്കറിയാം, അല്ലാതെ ആളുകളെ കടത്തിവിടില്ലല്ലോ. അപ്പോൾ നമ്മളെ കടത്തിവിടുന്നു. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഹെൽപ്പ് ഡെസ്കും ഇല്ല, ഒരു പണ്ടാരവുമില്ല. ഈ പാസ് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഈ അത്യാവശ്യം മെയിൻ ഗേറ്റിൽ ഒത്തിരി സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരാൾ സമ്മതിച്ചില്ലെങ്കിൽ അപ്പുറത്തൊരാളെങ്കിലും കേൾക്കാൻ സന്മനസ്സുള്ള ഒരാളുണ്ടെങ്കിൽ കടത്തിവിടും, പ്രശ്നമുണ്ടാകില്ല. ഇവിടെ ഈ പുറകു ഗേറ്റിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് വയ്ക്കണം.
എന്നിട്ട് ഈ വിവരദോഷികളായ സെക്യൂരിറ്റിക്കാരന്മാരുണ്ടല്ലോ, ഇവനോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം, വരുന്ന ആളുകൾ കള്ളന്മാരോ കൊള്ളക്കാരോ അല്ല, ബന്ധുക്കളെ കാണാൻ വരുന്നവരാണ്, അല്ലെങ്കിൽ ചങ്ങാതിമാരെ കാണാൻ വരുന്നവരാണ്, അവരോട് കുറച്ചുകൂടെ സൗമ്യമായി പെരുമാറാൻ ഇവറ്റകളെ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ആവർത്തിക്കാതിരിക്കണം. ആരോഗ്യ വകുപ്പിനെ ആകെ അടപടലം നാറ്റിക്കാൻ വേണ്ടി പ്രതിപക്ഷമൊക്കെ ഓടി നടപ്പുണ്ട്. അതിലാണ് ഈ പുഴുക്കുത്തുകൾ ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ച് ആളുകളുടെ പള്ളക്ക് കയറുന്നത്.